ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ പ്രചാരണം കൊടിയിറങ്ങിയത് സംഘർഷത്തിലൂടെ 1.5 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ പരിസമാപ്തിയായി. വൈകിട്ട് 6 മണിവരെയായിരുന്നു പരസ്യ പ്രചാരണത്തിന് അനുവദിച്ച സമയം. വലിയ ആവേശത്തോടെയാണ് എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും നേതാക്കളുമെല്ലാം കൊട്ടിക്കലാശത്തിന് അണിനിരുന്നത്. പലയിടങ്ങളിലും പ്രവർത്തകർ തമ്മിൽ കല്ലേറും കയ്യാങ്കളിയും ഉണ്ടായി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടായ സംഘർഷത്തിൽ 127 പേർക്കാണ് പരിക്കേറ്റത്. പാലക്കാട് മുതലമട അംബേദ്കർ കോളനിയിലെ കോൺഗ്രസ് പ്രവർത്തകൻ ശിവരാജനും ഗോവിന്ദാപുരത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറി ജയിലാവുദ്ദീനും വെട്ടേറ്റു. തലയ്ക്ക് വെട്ടേറ്റ ജയിലാവുദ്ദീനെ പാലക്കാട് നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശിവരാജനെ കൂടാതെ കിട്ടുച്ചാമി, വിജയ്, സുരേഷ് എന്നീ പ്രവർത്തകർക്കും അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ശിവരാജന്റെ നില ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തിനു പിന്നിൽ CPM ആണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കൊല്ലത്തും നിരവധി വാഹനങ്ങൾ തകർക്കപ്പെട്ടു. ആലത്തൂരിലും കൊട്ടിക്കലാശം നടന്ന വേദിയിൽ തന്നെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനു നേരെ ആക്രമണം ഉണ്ടായി. പരിക്കേറ്റ രമ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകരുടെ കല്ലേറിൽ ആലത്തൂർ MLA KD പ്രസന്നനും പരിക്കേറ്റു. തിരുവനന്തപുരം വെളിയിൽ AK ആന്റണിയുടെ റോഡ് ഷോ LDF പ്രവർത്തകർ തടഞ്ഞു. ആന്റണിയെ വാഹനത്തിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ സംഘർഷത്തിനിടെ നിരവധി വാഹനങ്ങൾ തകർക്കപ്പെട്ടു. ഒരു BJP പ്രവർത്തകനെ കസ്റ്റഡിയിലും എടുത്തു. സംഘർഷത്തിൽ ACP അരുൺ രാജിന് പരിക്കേറ്റിരുന്നു. വടകര വില്യാപ്പള്ളിയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. ഇരുവിഭാഗം പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ കല്ലേറാണ് ഉണ്ടായത്. പോലീസ് ലാത്തിവീശുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഇരുവിഭാഗം പ്രവർത്തകരെയും കസ്റ്റഡിയിൽ എടുത്തു. കാസർഗോഡ് കൊട്ടിക്കലാശത്തിന് അനുവദിച്ച സ്ഥലം സംബന്ധിച്ച തർക്കം സംഘർഷത്തിലെത്തിച്ചതോടെ 2 വാഹനങ്ങൾ തകർക്കപ്പെട്ടു. ഉദുമയിൽ പോലീസ് ലാത്തിവീശി. കണ്ണൂർ നഗരത്തിലും മട്ടന്നൂരിലും പഴയങ്ങാടിയിലും സംഘർഷം ഉണ്ടായി. മട്ടന്നൂരിൽ പോലീസ് ഗ്രനേഡ് ഉപയോഗിച്ചു. ഇരുവിഭാഗങ്ങളിലുമായി 20 പേർക്കാണ് പരിക്കേറ്റത്. മലപ്പുറത്ത് പോലീസും LDF പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു. തിരുവല്ലയിൽ CPM BJP പ്രവർത്തകർ തമ്മിലുണ്ടായ കല്ലേറിലും ഒരു പോലീസുകാരന് പരിക്കേറ്റിരുന്നു. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ പത്തനംതിട്ട NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ വാഹനം LDF പ്രവർത്തകർ തടഞ്ഞു. ഉടൻ തന്നെ മുതിർന്ന നേതാക്കൾ സ്ഥലത്തെത്തി വാഹനം കടത്തിവിടുകയായിരുന്നു. തൊടുപുഴയിലും LDF UDF പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. കൊച്ചി പാലാരിവട്ടത്തും ആലപ്പുഴ സക്കറിയ ബസാറിലും CPM SDPI സംഘർഷം ഉണ്ടായി. അമ്പലപ്പുഴയിൽ CPM BJP പ്രവർത്തകർ തമ്മിലാണ് സംഘർഷം ഉണ്ടായതെന്ന് അമ്പലപ്പുഴയിൽ CPM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് കൊട്ടിക്കലാശം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. കായംകുളത്തും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. തിരുവനന്തപുരം മംഗലാപുരത്ത് കോൺഗ്രസുകാരനായ പഞ്ചായത്ത് മെമ്പർ അജയരാജിനെ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചു. അജയന്റെ അമ്മയടക്കം 4 പേർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.